സർവകലാശാലകളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടെ UGC നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെതിരെ SFIയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് SFI മാർച്ച്. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. മലപ്പുറം GST ഓഫീസിലേക്കും ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും SFI മാർച്ച് നടത്തി. ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് SFI നീങ്ങുന്നത്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെയാണ് SFI നീങ്ങുന്നത്, അല്ലേ ചേതൻ? വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട് ചട്ടം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമാണെന്നും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് SFI എല്ലാ ജില്ലകളിലെയും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച 2 SFI പ്രവർത്തകർക്കും നിസാര പരിക്കേറ്റിട്ടുണ്ട്. SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീയാണ് കോഴിക്കോട് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ മലപ്പുറം GST ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PM ആർഷോ ആണ് ഉദ്ഘാടനം ചെയ്തത്. ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദും അതുപോലെ തന്നെ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണനും തൃശൂർ AGS ഓഫീസിലേക്ക് നടന്ന മാർച്ച് SFIന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഹസൻ മുബാറക്കും കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള നടന്ന മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം KV അനുരാഗും പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് ജില്ലാ സെക്രട്ടറി S വിപിനുമാണ് ഉദ്ഘാടനം ചെയ്തത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ഈ വിവാദമായ UGC കരട് ചട്ടത്തിനെതിരെ SFI നടത്തിയത്. കോഴിക്കോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് പോലീസ് SFI പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡ് പ്രയോഗിച്ചു. 2 പ്രവർത്തകർക്കും പരിക്കേറ്റ സാഹചര്യവും ഉണ്ടായി. ആതിര. ശരി, ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.